സഹവാസത്തിന്റെ പ്രഭാവം. പ്രണാമം മുനിവര്യ. പറയൂ മഹാരാജൻ. താങ്കൾ വളരെ ജ്ഞാനിയാണ് മുനിവര്യ. ആയതിനാൽ താങ്കൾക്ക് എന്റെ ദുഃഖത്തിന്റെ കാരണവും അറിയാമല്ലോ. രാജൻ, താങ്കളുടെ ദുഃഖത്തിന്റെ കാരണം താങ്കളുടെ പുത്രനാണ്. തീർച്ചയായും ശരിയാണ് മുനിവര്യ. താങ്കൾ ദയവായി ഇതിനൊരു പരിഹാരം കാണൂ. അവനെ തന്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് ബോധവാനാക്കൂ. എങ്കിലേ പ്രജകൾ അവനെ അംഗീകരിക്കുകയുള്ളൂ. അവനെ ഇങ്ങോട്ടയക്കൂ. അവൻ ഒന്നാം തരം രാജാവായി മാറും. ബാക്കിയെല്ലാം ദൈവനിശ്ചയം. പ്രണാമം മുനിവര്യ. ആയുഷ്മാൻ ഭവ കുമാര. വരൂ പുത്ര, താങ്കൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എനിക്കിരിക്കാൻ സമയമില്ല. കാര്യം എന്താണെന്ന് വേഗം പറയൂ. വത്സ, നിന്റെ സമയം ഞാൻ കളയുന്നില്ല. ചെല്ലു, ഈ പൂന്തോട്ടത്തിൽ നിന്ന് എനിക്കൊരു റോസാപ്പൂ കൊണ്ടുവരൂ. എന്ത്? ഇതിനു വേണ്ടിയാണോ എന്നെ വിളിച്ചു വരുത്തിയത്? ശരി, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. ഇതാ മുനിവര്യ. ഇത് മണത്തു നോക്കിയിട്ട് പറയൂ, ഇതിൽ നിന്ന് എന്ത് മണമാണ് വരുന്നതെന്ന്. എന്തിനാണ് മണക്കുന്നത്? റോസാപ്പൂവിൽ പരിമളമാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? വത്സ, ഇത് നിനക്ക് റോസാ ചെടിയിൽ നിന്ന് പൊട്ടിച്ച കാരണം റോസാപ്പൂവാണെന്ന് മനസ്സിലായി. മറിച്ച് ദൈവവിഗ്രഹത്തിന്റെ ചുവട്ടിൽ നിന്നാണെങ്കിലോ? അതിലെന്താണ് കുഴപ്പം? റോസാപ്പൂ എവിടെ വെച്ചാലും അതിന്റെ പരിമളം തന്നെ വരും മുൻവരിക. റോസാപ്പൂവിന് ഒരിക്കലും അതിന്റെ മണം നഷ്ടമാവില്ല. പിന്നെ എന്തിനാണ് ഈ ചോദ്യം? അങ്ങനെയാണെങ്കിൽ അഴുക്കുചാലിനരികത്തെ റോസാപുഷ്പത്തിന് എന്തു മണമാണ്? എന്ത് ചോദ്യമാണിത്? അഴുക്കുചാലിന്റെ അടുത്ത് വെച്ചാലും റോസാപ്പൂവിൽ നിന്ന് റോസാപ്പൂവിന്റെ മണം തന്നെയായിരിക്കും വരിക മുൻവരിക. ശരി മകനെ, അഴുക്കുചാലിൽ വീണ റോസാപ്പൂവിന് എന്തു മണമായിരിക്കും? റോസായുടെ സൗരഭ്യമോ അഴുക്കുവെള്ളത്തിന്റെ ദുർഗന്ധമോ? നിനക്ക് ദുർഗന്ധത്തിൽ നിന്ന് സൗരഭ്യം തിരിച്ചറിയാൻ സാധിക്കുമോ? അങ്ങ് പറഞ്ഞു വരുന്നത്? നീ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നിന്റെ അന്തസ്സ് കളഞ്ഞു കുളിക്കുകയാണ്. ചുറ്റുപാടുകൾക്കനുസരിച്ച് നീ നിന്റെ ഗുണങ്ങൾ കൈവെടിയരുത്. നാളെ ഈ രാജ്യം ഭരിക്കേണ്ടവനാണ് നീ. മനസ്സിലായി മുനിവര്യ. ഞാനിനി എൻ്റെ കർത്തവ്യ കാര്യങ്ങളിൽ തീർച്ചയായും ശ്രദ്ധിക്കുന്നതാണ്.